ഓട്സ് ആണ് ഡയറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് തിങ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതായത് ഓട്സ് ഇല്ലെങ്കിൽ ഡയറ്റേ കംപ്ലീറ്റ് ആവത്തില്ല. രാവിലെ 50 ഗ്രാം ഓട്സ്, നൈറ്റ് 50 ഗ്രാം ഓട്സ്, ഉച്ചയ്ക്ക് ബ്രൗൺ റൈസ്. പല ആൾക്കാർ ട്രെയിനർമാർ കൊടുക്കുന്ന ഡയറ്റ് നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പല ആൾക്കാരും ഓട്സ് ഇല്ല, അയ്യോ രാവിലെ ഓട്സ് ഇല്ല, എന്ത് ചെയ്യും, എന്റെ വെയിറ്റ് കുറയത്തില്ല ഇല്ലേ എന്നൊക്കെ പല ആൾക്കാർ പല രീതിയിൽ പറയുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാവോ, ഓട്സ് എന്നൊക്കെ പറയുന്ന ഒരു സെക്കൻഡറി ഓപ്ഷൻ ആണ്. മനസ്സിലായില്ലേ? നമുക്ക് രാവിലെ ഉണ്ടാകുന്ന ഇഡലി ആയാലും ചപ്പാത്തി ആയാലും ദോശ ആയാലും നമുക്ക് കഴിക്കാം. ആ കഴിക്കുന്ന ക്വാണ്ടിറ്റി നോക്കുക. പിന്നെ പറയും അതിന്റെ പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്. വെറുതെയാണ്. അതിനകത്ത് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ വളരെ ക്വാളിറ്റി കുറഞ്ഞ പ്രോട്ടീൻ ആണ്. നിങ്ങൾ രാവിലെ 2 ദോശ എടുത്തിട്ട് അതിന് വേണ്ട കറി എടുത്ത് ഒരു 3-4 മുട്ട എടുത്തു കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും ഫാർ ബെറ്റർ ആണ് നമ്മളെ കഴിക്കുന്ന രീതി. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മള് എന്താ പറയുക, എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഏറ്റവും എളുപ്പം കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളിപ്പോ എന്റെ ക്ലയൻസിൽ ചില ആൾക്കാർ എന്താ പറയുന്നത് ഓട്സ് കഴിക്കാറുണ്ട്. ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് എങ്ങനെയുള്ള ആൾക്കാർ, ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർ, രാവിലെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ രാവിലെ ഫുഡ് കഴിക്കാൻ ടൈം ഇല്ലാത്ത ആൾക്കാർ, ഓരോ ആൾക്കാരുടെയും ലൈഫ് സ്റ്റൈൽ വെച്ചിട്ടാണ്. മനസ്സിലായില്ല? അങ്ങനെ ആണെങ്കിൽ ഒരു സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കാര്യമാണ് ഓട്സ്. അല്ല എങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചാൽ മതി. ഉച്ചയ്ക്ക് ബ്രൗൺ റൈസിന് കഴിക്കണമെന്നില്ല, ഉച്ചയ്ക്ക് ഏത് റൈസ് വേണമെങ്കിലും കഴിച്ചാൽ മതി. അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. നമ്മളൊരു കാര്യം മനസ്സിലായി, നമ്മൾ എങ്ങനെ കഴിക്കുന്നു, എന്ത് കഴിക്കുന്നു, ഇതിലാണ് കാര്യം ഇരിക്കുന്നത്.